വരാറുണ്ട്. പക്ഷെ ഇത് നല്ല ടൈറ്റാണ്. തിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. തൊലഹത്ത് റോയൽ വെസ്റ്റ് മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് 20,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമ്മൾ പ്ലഗ് മാറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ സർവീസ് ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ ഇപ്പോൾ തീരെ സർവീസായിട്ട് ചെയ്യും, അവർ ഓയിൽ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ എയർ ഫിൽറ്റർ മാറ്റും. പ്ലഗിൻ്റെ കാര്യം തിരിഞ്ഞു നോക്കുകയല്ല, വല്ലപ്പോയി വണ്ടിയുടെ നിന്ന് കഴിഞ്ഞാലേക്ക് പ്ലഗ് അയക്കാൻ നോക്കുക. അപ്പോൾ കിലോമീറ്റർ കഴിയുന്ന സമയത്ത് പ്ലഗിൻ്റെ ഈ പോർഷനിലാണ് വെള്ളം കെട്ടി കുറച്ച് ഒരു വെള്ളം കെട്ടി നിന്നായിട്ട് തുരുമ്പ് ഇവിടെ തുരുമ്പിക്കാൻ തുടങ്ങി. ഈ റിങ്ങിൻ്റെ അവിടെ തുരുമ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം അയക്കുകയല്ല. പിന്നെ വഴിയിൽ വണ്ടി കിടന്നാൽ എന്താ സംഭവിക്കുക, നമ്മൾ പ്ലഗ് അയക്കാൻ നോക്കും. പ്ലഗ് അയക്കാൻ നോക്കുന്ന സമയത്ത് ഈ ഭാഗം പൊട്ടിപ്പോരും. ഈ ഭാഗം പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ പിന്നെ വഴിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വണ്ടി പിന്നെ വർഷത്തിൽ എത്തിക്കുക, അതുവരെ വഴി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹെഡ് അയക്കുക, അതല്ലെങ്കിൽ പുറമേ നിന്ന് എടുക്കാൻ പറ്റും. പുറമേ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. പുറമേ നിന്ന് 90% പുറമേ നിന്ന് എടുക്കാൻ പറ്റും. അതെല്ലാം വളരെ റയറായിട്ട് മാത്രമേ ഹെഡ് അയക്കേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ഇത് നമുക്ക് എങ്ങനെ വെളിയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഒരു സ്പെഷ്യൽ ടൂള് നമ്മൾ സ്വന്തം തന്നെ ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. ത്രെഡ് ടൈപ്പൊക്കെ ഉണ്ട്, പക്ഷേ ത്രെഡ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ത്രെഡ് പുതിയതുണ്ടായി അതിൻ്റെ മുകളിൽ ഹെഡിലേക്ക് ത്രെഡ് പോകാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. കാരണം ത്രെഡ് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ത്രെഡിൻ്റെ ഇത് മിക്കവാറും പ്ലഗിൽ പിന്നെ ഹെഡിലേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ടേ. അപ്പോൾ ആ ഒരു തന്നെ അവിടെ ഹോളുണ്ടാവും, അതിൻ്റെ പ്ലഗിൻ്റെ പൊട്ടി മുള്ളുന്നേ കൂടെ പോകുന്നതല്ലേ. അപ്പോൾ ചെറിയൊരു ഹോളുണ്ടാവും അതിൽ. ആ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് ആ പുതിയ ത്രെഡിൻ്റെ ഇത് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ചെയ്യാതെ നമുക്ക് ചെറുങ്ങനെ പഞ്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പഞ്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ റിസ്ക് ഇല്ല. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കേസാണിത്. പെട്ടെന്നൊന്നും കിട്ടില്ല. ചിലതിന് മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ. അതായത് ഓവറായിട്ട് പവറിൽ പഞ്ച് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിങ്ങളൊരു വണ്ടി ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആക്കാതെ നിൽക്കണമെങ്കിൽ ടൈമിൽ ഇപ്പോൾ ഓയിൽ ചേഞ്ചൊക്കെ വെറുതെ ഇപ്പം സർവീസ് സെൻ്ററിൽ അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് പ്ലഗ് ഒന്ന് വെച്ച് ക്ലീൻ ചെയ്യാൻ പറയാം. അപ്പോൾ ചെറിയ പൈസ അല്ലേ വരുള്ളൂ. ഈ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ലോങ് ട്രിപ്പ് അങ്ങ് പോവുകയാണ്, പാതി വിജനമായ സ്ഥലത്ത് നിന്ന് വണ്ടി അങ്ങ് നിൽക്കുകയാണ്, ആരോ മെക്കാനിക്കൊക്കെ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പ്ലഗിൻ്റെ സ്പാനറൊക്കെ നമ്മളെ ടൂൾ ബോക്സിനുണ്ടാവുമല്ലോ, അതൊന്ന് വെച്ചൊന്ന് അയക്കാൻ ശ്രമിച്ചിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വണ്ടി ടോ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഡ്സ് കയറ്റി കൊണ്ടുപോകാനോ യാതൊരു നിർവ്വാഹം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ ഇതെടുക്കാനുള്ള ഒരു സൗകര്യമുള്ള വർക്ക്ഷോപ്പ് ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പം ചില സമയത്ത് അവർ അത്ര ഏബിളായിട്ട് മെക്കാനിക്ക് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഒരു 6,000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് പ്ലഗൊക്കെ ഒന്ന് അയച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ ത്രെഡ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ നിന്നടുത്ത് തുരുമ്പൊടിക്കുമ്പോഴാണ് തിരിയത്. ഈ വണ്ടിയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇയാൾ പ്ലഗ് തന്നെ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വണ്ടി നമ്മളടുത്ത് ഫസ്റ്റായിട്ട് നമ്മളെ ഷോപ്പിലേക്ക് വരുന്ന വണ്ടിയാണ്. പുറത്ത് വേറെ ഇടുന്ന പണിയുന്ന വണ്ടിയായിരുന്നു. പിന്നെ എന്തോ ഒരു കംപ്ലയിൻറ്റ്സ് തീർക്കാൻ പറ്റാത്ത നമ്മുടെ അടുത്തേക്ക് എത്തിയതാണ്. അപ്പോൾ പ്ലഗ് ഒന്ന് മാറ്റാം എന്നുള്ള നമുക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ടോ വെച്ചാൽ പ്ലഗ് മാറ്റിയിട്ട് കുറേ കാലമായി കണ്ടപ്പോൾ ഞങ്ങൾ പ്ലഗ് ഒന്ന് അയച്ചപ്പോഴാണ് അത് കയ്യിലേക്ക് പോകുന്നത്. ഓവർ ഫോഴ്സിൽ പഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ പ്ലഗിൻ്റെ ത്രെഡ് കളയാൻ പറ്റില്ലല്ലോ. പ്ലഗിൻ്റെ ത്രെഡല്ല, ഹെഡിൻ്റെ ത്രെഡ്. അപ്പോൾ രീതിയിൽ പതുക്കെ പഞ്ച് ചെയ്ത് അവിടെ ഒരു ഗാഡി ഉണ്ടാക്കി തിരിച്ചെടുക്കുക എന്ന് മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ. ഒരു 90% ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. വളരെ റയറായിട്ട് മാത്രമേ നമുക്ക് അടിയിലോട്ട് പോയിട്ട് കിട്ടാത്ത അവസ്ഥ വരാറുള്ളൂ. ഇതൊന്നൊരു ഒന്നോ രണ്ടോ വണ്ടീൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ ഹെഡ് ആയിക്കൊണ്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് താഴെ പൊട്ടിപ്പോയിട്ടൊന്നും പഞ്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മളെ പ്ലഗിൻ്റെ ത്രെഡ് പോവും.
പിന്നെ രണ്ടാമത് പ്ലഗ് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് റിസ്ക് എടുക്കാതെ അയച്ചിട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും മലയാളത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം മെക്കാനിക്കൽ വീഡിയോ ആണെങ്കിലും ഇപ്പോൾ റിവ്യൂസ് വീഡിയോ ആണെങ്കിലും റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒളി മാറാ കാര്യങ്ങളൊന്നുമില്ല. വർക്ക് എടുക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിപ്പോൾ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിലും മെക്കാനിക്സ് ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ 25 ഇയേഴ്സ് ആയിട്ട് റോയൽ എൻഫീൽഡ് മാത്രം സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ ഏതൊരു മേഖലയിലെ വണ്ടിയാണെങ്കിലും റോയൽ എൻഫീൽഡിൻ്റെ ഏതൊരു മോഡലാണെങ്കിലും ലേറ്റസ്റ്റ് മോഡലാണെങ്കിലും ഹാർലി ഡേവിഡ്സൺ ആ ഒരു മോഡലാണെങ്കിലും പ്രീമിയം വണ്ടിയാണെങ്കിലും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കരുതിയിട്ട് ചെയ്യേണ്ട വർക്കാണിത്. അപ്പം നമ്മൾ ധൃതി പിടിച്ചിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയൊരു വർക്കല്ല. ചിലത് പെട്ടെന്ന് പോരും കേട്ടോ. പെട്ടെന്ന് 2 പഞ്ചിന് തന്നെ സാധനങ്ങൾ ഊരി പോരാറുണ്ട്. പക്ഷെ ഇത് നല്ല ടൈറ്റാണ്. തിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടിക്കോളും. ഒന്ന് ലൂസാക്കി അങ്ങോട്ടോട്ട് തിരിച്ചിട്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വണ്ടികളും ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക. നിങ്ങളെ ഓരോ സർവീസിലും പോയിട്ട് പ്ലഗ് ഒന്ന് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ വഴി കുടുങ്ങാതിരിക്കാനും വഴി കുടുങ്ങിയാൽ പിന്നെ ഇതിന് യാതൊരു വഴിയില്ല എന്നുള്ള നിങ്ങൾക്ക് കണ്ടാന്ന് മനസ്സിലാവുമല്ലോ. ഈ ഒരു പീസാണ് ഉള്ളു പൊട്ടിക്കിടന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.